നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. ഇന്നത്തെ റബ്ബർ ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കനത്ത മഴയിൽ വ്യാപക കൃഷി നാശം. പ്രതികൂല കാലാവസ്ഥയിൽ റബ്ബർ ടാപ്പിംഗ് പൂർണ്ണമായി സ്തംഭിച്ചത് വ്യവസായികളെ സമ്മർദ്ദത്തിലാക്കി. സ്പ്ലെയർമാർ ഷീറ്റിനായി പരക്കം പാഞ്ഞു. കനത്ത മഴ, ടാപ്പിംഗ് മുടങ്ങുന്നു. കനത്ത മഴയിൽ സംസ്ഥാനത്ത് റബ്ബർ ടാപ്പിംഗ് പൂർണ്ണമായി സ്തംഭിച്ചത് വിലക്കയറ്റത്തിന് വഴി തെളിച്ചു. ന്യൂനമർദ്ദ ഫലമായി അനുഭവപ്പെട്ട ശക്തമായ മഴയിൽ കാർഷിക വിളകൾക്ക് കനത്ത നാശം സംഭവിച്ചു. വാരത്തിൻ്റെ തുടക്കത്തിൽ സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും തെളിഞ്ഞ കാലാവസ്ഥ ലഭ്യമായത് ഉൽപ്പാദകരെ തോട്ടങ്ങളിൽ സജീവമാക്കി. എന്നാൽ വാരമധ്യത്തോടെ കാലാവസ്ഥയിലുണ്ടായ മാറ്റം മൂലം റെയിൻഗാർഡ് ഇട്ട തോട്ടങ്ങളിൽ പോലും ടാപ്പിങ്ങിന് അവസരം കണ്ടെത്താനാവാതെ കർഷകർ രംഗത്തു നിന്നും പൂർണ്ണമായി വിട്ടുനിൽക്കാൻ നിർബന്ധിതരായി. നിലവിലെ സ്ഥിതിഗതികൾ കണക്കിലെടുത്താൽ വാരമധ്യത്തോടെ റബ്ബർ വെട്ട് പുനരാരംഭിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഉൽപ്പാദകർ. ഇതിനിടയിൽ ഷീറ്റ് ക്ഷാമം മുന്നിൽ കണ്ട് ടയർ കമ്പനിക്കാർ 4ാം ഗ്രേഡ് റബ്ബർ വില 188 രൂപ 50 പൈസ വരെയും ഉയർത്തിയെങ്കിലും വിൽപ്പനക്കാരില്ലാത്ത അവസ്ഥയായിരുന്നു. 5ാം ഗ്രേഡും 185 രൂപയിലും, ഒട്ടുപാൽ 122 രൂപയിലും, ലാറ്റക്സ് 121 രൂപയിലും വ്യാപാരം നടന്നു. വിയറ്റ്നാം മേഖലയിൽ ന്യൂനമർദ്ദ ഫലമായി മഴമേഘങ്ങൾ തായ്ലൻഡ് ലക്ഷ്യമാക്കി സഞ്ചരിക്കുന്നത് കനത്ത പേമാരിക്ക് ഇടയാക്കുമെന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ. അതേസമയം ഒക്ടോബർ-ഡിസംബർ കാലയളവിൽ ടാപ്പിംഗ് രംഗത്ത് ഉണർവ് കണ്ടു തുടങ്ങുമെന്നതിനാൽ റബ്ബർ ഉൽപ്പാദനത്തിലും കയറ്റുമതിയിലും അവർ സജീവമാകുമെന്ന നിലപാടിലാണ് റബ്ബർ ഇറക്കുമതി രാജ്യങ്ങൾ. തായ് മാർക്കറ്റായ ബാങ്കോക്കിൽ 186 രൂപയിലാണ് റബ്ബറിൻ്റെ വിപണനം നടക്കുന്നത്. ഇതിനിടയിൽ ഒക്ടോബർ ആദ്യവാരം ഉത്സവ ദിനങ്ങളുടെ ഭാഗമായി ചൈനീസ് മാർക്കറ്റ് ഒരാഴ്ച പ്രവർത്തിക്കില്ല. അവധി ദിനങ്ങൾ മുന്നിൽ കണ്ട് ബയർമാർ പ്രമുഖ വിപണികളിൽ നിന്ന് അകന്നത് ചൈനീസ് മാർക്കറ്റിനെ മാത്രമല്ല ഏഷ്യയിലെ പ്രമുഖ അവധി വ്യാപാര കേന്ദ്രങ്ങളിലും തളർച്ചയ്ക്ക് കാരണമായി. ജപ്പാൻ ഒസാക്ക എക്സ്ചേഞ്ചിൽ റബ്ബർ കരുത്ത് നിലനിർത്താൻ ക്ലേശിക്കുന്നു. മാസമധ്യം കിലോ 324 യെന്നിൽ ഇടപാടുകൾ നടന്ന റബ്ബറിന് പിന്നിട്ട വാരം 312 യെന്നിന് മുകളിൽ ഇടം പിടിക്കാനായില്ല. 304 yen വരെ ഇടിഞ്ഞ ശേഷം 308 നിലകൊള്ളുന്ന റബ്ബർ 290 സപ്പോർട്ട് നിലനിർത്താൻ ഈ വാരം ശ്രമം നടത്തുമെങ്കിലും 321 യെന്നിന് മുകളിൽ സഞ്ചരിക്കാനുള്ള കരുത്ത് നിലവിൽ വിപണിക്കില്ല. ഓപ്പറേറ്റർമാർ വിൽപ്പനയ്ക്ക് കാണിച്ച തിടുക്കവും പുതിയ നിക്ഷേപകരുടെ അഭാവവും ഒസാക്കയിൽ റബ്ബറിനെ സമ്മർദ്ദത്തിലാക്കിയത് ഇടപാടുകാരെ സിംഗപ്പൂർ, ചൈനീസ് വിപണികളിലും വിൽപ്പനയ്ക്ക് പ്രേരിപ്പിച്ചു. ഇതാണ് ഇന്നത്തെ റബ്ബർ ന്യൂസ്. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇതേപോലെയുള്ള വീഡിയോസ് കൃത്യമായി നോട്ടിഫിക്കേഷൻ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുക. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.